ഈ ടയർ കമ്പനികളെ ആരും വെള്ളപൂശരുത്. റബ്ബർ കർഷകരെ ഊഞ്ഞാലാട്ടി കുറഞ്ഞ വിലയ്ക്ക് റബ്ബർ വാങ്ങുന്നു. ഉപഭോക്താക്കളെ ഊഞ്ഞാലാട്ടി കൂടിയ വിലയ്ക്ക് ടയർ വിൽക്കുന്നു. അതെ, ഒത്തുകളിയിലൂടെ ടയർ വില ഉയർത്തി ലാഭം കൊയ്ത 5 ടയർ കമ്പനികൾക്കും ഒരു ടയർ മാനുഫാക്ചേഴ്സ് സംഘടനയ്ക്കും കൂടി 1788 കോടി പിഴ ചുമത്തിയിരിക്കുകയാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. രാജ്യത്തെ പ്രമുഖ ടയർ കമ്പനികളായ MRF ലിമിറ്റഡ്, അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ്, സിയാറ്റ് ലിമിറ്റഡ്, JK ടയേഴ്സ്, ബിർള ടയേഴ്സ് കൂടാതെ ആത്മ എന്ന് പറയുന്ന ടയർ മാനുഫാക്ചേഴ്സിന്റെ സംഘടനയ്ക്കും ഇവർക്കെല്ലാം ചേർന്നാണ് ഈ വലിയ തുക പിഴയായി ഇട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ പിഴയടക്കേണ്ടത് മലയാളത്തിന്റെ MRF തന്നെയാണ്. 622 കോടി 9 ലക്ഷം രൂപയാണ് MRF അടയ്ക്കേണ്ടത്. അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ് 425 കോടി 53 ലക്ഷം രൂപ, സിയാറ്റ 252 കോടി 16 ലക്ഷം രൂപ, JK ടയേഴ്സ് 309 കോടി 95 ലക്ഷം രൂപ, ബിർള ടയേഴ്സ് 178 കോടി 33 ലക്ഷം രൂപ. കൂടാതെ ആത്മ എന്ന് പറയുന്ന ടയർ മാനുഫാക്ചേഴ്സിന്റെ സംഘടന 8,40,000 രൂപ എന്നീ ക്രമത്തിൽ മറ്റുള്ളവർ പിഴയടയ്ക്കണം. ഇവർ ചെയ്ത കുറ്റമെന്ന് പറയുന്നത് ഉപഭോക്താവിനെ വഞ്ചിച്ചു എന്നത് തന്നെ. അമിതമായി ലാഭമുണ്ടാക്കുന്നതിനായി ഉപഭോക്താവിനെ വഞ്ചിച്ചാൽ അത് നെറികേടാണ്. അതാണ് ഇവിടെ ഇവർ കാണിച്ചത്. ഒരേ ഉൽപ്പന്നം അത് ഉൽപ്പാദിപ്പിക്കുന്നവർ എല്ലാവരും കൂടി തന്നെ ഡിമാൻഡ് സപ്ലൈ തിയറിക്കപ്പുറം വിലയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ ചതിയാണ്. ഈ 5 കമ്പനികളും ചേർന്ന് വലിയ ട്രക്കുകളിലും മറ്റും ഉപയോഗിക്കുന്ന വലിയ ടയറുകൾക്ക് വില ഉയർത്തി നിർത്തുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി. വില ഒന്നിച്ച് ഒരുപോലെ ഉയർത്തി എന്നതാണ് കുറ്റം. വില പെട്ടെന്ന് ഒറ്റയടിക്ക് ഉയരുകയായിരുന്നു. ഇത് മനസ്സിലാക്കിയ ടയർ ഡീലേഴ്സാണ് കമ്പനികൾക്കെതിരെ പരാതി കൊടുത്തത്. കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ടു. അങ്ങനെ കേസിലേക്ക് പോകുന്നു. 2018 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി പിഴയിടുകയായിരുന്നു. ഒരു വലിയ പിഴ കണ്ടപ്പോൾ ടയർ കമ്പനികളെല്ലാം മദ്രാസ് ഹൈക്കോടതിയിൽ പോയി ഇതിനെതിരെ 2018 സ്റ്റേ വാങ്ങുകയായിരുന്നു. പിന്നീട് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഈ സ്റ്റേ തള്ളി. പിന്നീട് സുപ്രീം കോടതിയിൽ പോയപ്പോഴും സ്റ്റേ തള്ളി. ഇപ്പോൾ നിലവിൽ സ്റ്റേ ഇല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. അപ്പോഴാണ് ശരിക്കും പൊയ്മുഖം അഴിഞ്ഞു വീണത്. ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ സാധാരണ ജനം ഞെട്ടുകയായിരുന്നു. കാരണം ഇത്രയേറെ ജനങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കിയിട്ട് ഈ കമ്പനികൾ കാണിച്ച നെറികേട് ഒരിക്കലും നീതിക്ക് യോജിക്കാത്തതാണ്. ഒരു ഉൽപ്പന്നം ഉപഭോക്താവിനോട് നീതി പുലർത്തുന്നതിന് മികച്ച ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നം ഉണ്ടാകുമ്പോഴാണ്. ഒപ്പം കുറഞ്ഞ വിലയുമാകണം. ഇവ രണ്ടും തമ്മിലുള്ള റേഷ്യോയിലാണ് ഉപഭോക്താവിനോടുള്ള ബന്ധം നിലനിർത്തുന്നത്. അമിതമായി ലാഭമുണ്ടാക്കുന്നതിനായി ഉപഭോക്താവിനെ വഞ്ചിച്ചാൽ അത് തികച്ചും നെറികേടാണ്. അടുത്ത കാലത്തെങ്ങും ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ നല്ലൊരു നീക്കമാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ആയതിനാൽ തന്നെ ഇക്കാര്യത്തിൽ അവർ പ്രത്യേകം ആദരവ് അർഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ നിയമവാഴ്ച നടക്കുന്നുണ്ട് എന്നതിന് വലിയ ഒരു തെളിവാണിത്. ഇവർ പിഴയടച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? വില കൂടുതൽ കൊടുത്ത് ഇവരുടെ ഉൽപ്പന്നം വാങ്ങിയ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യം കൂടി ചെയ്യേണ്ടേ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ കമ്പനികൾ ഉപഭോക്താക്കളെ കളിയാക്കുന്നതിന് തുല്യമാവില്ലേ? ഇപ്പോൾ കമ്പനികൾ ഒത്തുകളിച്ചത് അവരുടെ ഉൽപ്പന്നത്തിന്റെ വിൽപ്പനയിലാണ്. എന്നാൽ ഇതിന്റെ എത്രയോ ഇരട്ടിയാണ് റബ്ബർ വിലയിൽ ഒത്തുകളിച്ചുകൊണ്ട് ഈ കമ്പനികൾ കർഷകരെ വഞ്ചിച്ചതെന്നുള്ള സംശയവും ചോദ്യവും ഈ വിവാദത്തിന് പിന്നാലെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. അതും അന്വേഷണ പരിധിയിൽ വരുത്തിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. പാവപ്പെട്ട റബ്ബർ കർഷകന് അവന്റെ കഷ്ടപ്പാടിന്റെ ഒരംശം പോലും ലാഭമായി കിട്ടാൻ ഇവർ സമ്മതിക്കുന്നില്ലെന്ന് ജനം പറയുന്നു. റബ്ബർ വില 2 വർഷത്തിലൊരിക്കൽ കൂടുന്നത് തന്നെ ടയർ കമ്പനികൾക്ക് വില കൂട്ടാനാണ് എന്ന സംശയം ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. വില കൂട്ടി 6 മാസം കഴിയുമ്പോൾ റബ്ബർ വില കുറയ്ക്കും. ടയർ വില കൂടി തന്നെ നിൽക്കും. പാവം കർഷകൻ വില കൂടുമെന്ന് കരുതി കൃഷി നിലനിർത്തുകയും ചെയ്യും. ഈ പ്രതിഭാസമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നത്. ഇതിന്റെ സാങ്കേതികത്വമാണ് ഇതുവരെ ആർക്കും പിടികിട്ടാത്തത്. ഇതിന്റെ പിന്നിലും
ആരുടെയോ കറുത്ത കരങ്ങൾ പ്രവർത്തിക്കുന്നില്ലേ എന്ന് അന്വേഷിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ റബ്ബർ കർഷകൻ ഇന്ന് ആത്മഹത്യയുടെ വക്കിലാണ്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തേ ഇതൊന്നും അറിയുന്നില്ല? മറ്റനാവശ്യ കാര്യങ്ങളിലൊക്കെ മാധ്യമങ്ങൾ പുലർത്തുന്ന ചങ്കൂറ്റവും നിതാന്ത ജാഗ്രതയുമൊക്കെ ഇക്കാര്യത്തിൽ പുലർത്തിയിരുന്നെങ്കിൽ ഈ നാട് എന്നേ രക്ഷപ്പെട്ടേനെ. തൊഴിൽ നൽകുന്നത് ഏത് കമ്പനികളായാലും നല്ലത് തന്നെ. പക്ഷെ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക തന്നെ വേണം. ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടി നിയമം ലംഘിക്കുമ്പോൾ, തൊഴിലാളിയെ ചൂഷണം ചെയ്യുമ്പോൾ, സർക്കാരിനുള്ളത് കൊടുക്കാതെ വരുമ്പോൾ, ഉപഭോക്താവിനെ ചൂഷണം ചെയ്യുമ്പോൾ അവൻ വിമർശിക്കപ്പെട്ടേ മതിയാവൂ. അവൻ രാജ്യദ്രോഹിയായി മാറുന്നു. ഈ വസ്തുത എത്ര വലിയ കമ്പനിയായാലും മറക്കാതിരിക്കുക. ഇങ്ങനെ തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും സർക്കാരിന് കൊടുക്കേണ്ട നികുതി കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു വളരുന്ന ഒരുപാട് മുതലാളിമാർ നമ്മുടെ നാട്ടിലുമുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമാകട്ടെ ഈ വിധി. ഏതുൽപ്പന്നത്തിന്റെയും വില വർദ്ധിപ്പിക്കാൻ സർക്കാർ അനുവാദം വേണമെന്ന നിയമം നടപ്പാക്കുകയാണ് ഈ അവസരത്തിൽ വേണ്ടത്. എല്ലാ വർഷവും വ്യവസായികൾ വിലവർദ്ധനവ് നടപ്പാക്കുന്നുവെങ്കിൽ ഇത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് വിശദമാക്കാൻ നിയമപരമായി അവരെ ബാധ്യസ്ഥരാക്കുക. ഇതൊക്കെ നിയമപരമായി ചെയ്താൽ ഇത്തരത്തിലുള്ള ഉപഭോക്തൃ ചൂഷണം ഒരു പരിധിവരെ അവസാനിപ്പിക്കാവുന്നതാണ്. അതിന് സർക്കാർ ഇടപെടൽ ഇന്ന് അത്യാവശ്യമാണ്. ഭരിക്കുന്നവർ ഇക്കാര്യങ്ങളിൽ ശുഷ്കാന്തി കാട്ടിയാൽ ഇതെല്ലാം നിർത്താവുന്നതേയുള്ളൂ. ഇത്തരമൊരു ഇടപെടൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നടത്തിയാൽ നമ്മുടെ നാട് ഒരുപാട് വളരും.